ശ്രീജിത്ത്, ഈ വാർത്തയുടെ ഒരുപക്ഷെ ഏറ്റവും വലിയ കൗതുകം നിഷ ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം തന്നെയായിരിക്കും. ഈ നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചയായിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് കെ എം മാണിയുടെ മരണശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിഷ ജോസ് കെ മാണി മത്സരത്തിന് വരും എന്ന ചില സൂചനകൾ അന്ന് തന്നെ ഉണ്ടായതാണ്. പക്ഷേ ജോസ് ടോം എന്ന മറ്റൊരു സ്ഥാനാർത്ഥി വരികയെന്ന് അതാണ് സംഭവിച്ചത്. പിന്നീട് ജോസ് കെ മാണിയോട് മത്സരിക്കാനും വരുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ പത്നിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നും എക്കാലവും ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഇതെപ്പോഴും എപ്പോഴും സംഭവിച്ചേക്കാം എന്നൊരു സാധ്യത പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഒരു നിയമസഭയ്ക്കപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ജോസ് കെ മാണിയുടെ ഭാര്യയുടെ നിഷ ജോസ് കെ മാണിയുടെ സാധ്യത അത് തള്ളിക്കളയാതിരിക്കാൻ പല കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. ഉദാഹരണത്തിന് നോക്കൂ, കേരള കോൺഗ്രസിന് തന്നെ ഭരണം കിട്ടിയെന്ന് കരുതുക. പക്ഷേ അവിടുത്തെ ചെയർമാൻഷിപ്പിൽ ഒരു വനിതകളാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും ഒരു ടേമിൽ ഒരുപക്ഷെ ഓരോ വർഷവും തന്നെ ചെയർമാൻഷിപ്പ് മാറുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, അത് കേരള കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെയാണ്. 5 വർഷവും തുടർച്ചയായി ഒരു ചെയർമാന് ചുമതല കൊടുക്കാൻ പുതിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിഷ ജോസ് കെ മാണിയെ പോലെ ഒരാൾ വരിക, ഭരണം കിട്ടുകയാണെങ്കിൽ ചെയർമാൻഷിപ്പിലേക്ക് വരിക, 5 വർഷവും നിൽക്കുക, അതൊരു ഐക്കണാകുക, അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാവുക. അങ്ങനെ ഒരു മാറ്റം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ തന്നെയാണോ കോട്ടയത്തെ ചർച്ചകൾ? തീർച്ചയായും ഇത് അനൗദ്യോഗികമായി അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് സജിത്ത്. പക്ഷേ ഒരു ഔദ്യോഗികമായ വിവരം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വേറെ കാര്യം കൂടിയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം, ഒരു പക്ഷേ ഇനി അല്ലായിരിക്കാം. എന്തായാലും അതൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അന്തിമമായി സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് എത്തിയില്ല എന്നുള്ളൂ. പക്ഷേ സജിത്ത് പറഞ്ഞ ആ സാധ്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കുകയോ അവിടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു പേരില്ല. ഒരുപക്ഷെ ഇടതുമുന്നണി പോലും അത്തരം കോംപ്രമൈസുകൾക്ക് ചിലപ്പോൾ തയ്യാറായേക്കാം. 5 വർഷം പോലും അതൊരു മികച്ച വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇടതുമുന്നണിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 5 വർഷം ഒരു വെച്ചുമാറൽ പോലും ചിലപ്പോൾ സാധ്യമല്ലാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ നിഷ ജോസ് കെ മാണിക്ക് അവിടെ ഒരു പദവി ലഭിക്കുന്ന നിലയിലേക്കെത്തും. പാലാ പിന്നെ ഒരു ചെറിയ നഗരസഭയല്ല, വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള സാധ്യതകളുള്ള നഗരം കൂടിയാണ് പാല. അങ്ങനെ ഒരു നഗരത്തിന്റെ പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ എത്തിക്കഴിഞ്ഞാൽ തുടർ രാഷ്ട്രീയം എന്നുള്ളത് വളരെ സാധ്യമായ, വളരെ എളുപ്പത്തിൽ അവിടെ. പിന്നെ നിഷ ജോസ് കെ മാണിയുടെ പേരുകൾ പലപ്പോഴും ഉയർന്നു നിൽക്കുന്നത് അവരുടെ പൊതുപ്രവർത്തന രംഗത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പിന്നിൽ നിന്നൊക്കെ പ്രവർത്തനങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. പല പരിപാടികൾക്കും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിഷ ജോസ് കെ മാണി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്തും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അല്ലെങ്കിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെയും ഈ പേരുകൾ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നതാണ്. പക്ഷേ ഇതൊരു സാധ്യതയുള്ള സമയമാണ് എന്ന് ആ പാർട്ടിയിലുള്ളവർ തന്നെ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത മാത്രമേ ഇനി വരാനുള്ളൂ. നിഷ ജോസ് കെ മാണി വന്നാൽ ഒരു പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി UDFന് കടുത്തതാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും താഴെത്തട്ടിൽ നല്ല ബന്ധമുള്ള ഒരു വനിത കൂടിയാണ്, ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. ആ നിലയിലുള്ള സാധ്യത അവർക്ക് അനുകൂലമായി മാറും എന്നതും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും UDF അതും കണക്ക് കൂട്ടുന്നുണ്ട്. ഇരു വിഭാഗവും പരമാവധി സ്ഥാനാർത്ഥികളെ നേരത്തെ കളത്തിലിറക്കാനുള്ള തന്ത്രങ്ങളും ഒരുക്കി കഴിഞ്ഞ് അതിലേക്കുള്ള യാത്ര തുടരുകയാണ് സജിത്ത്. ശ്രീജിത്ത്, ഒരു കാര്യം, ഈ കേരള കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം, ഇടതുപക്ഷത്തിനൊപ്പമുള്ള രാഷ്ട്രീയ നീക്കം തുടക്കമിട്ടത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് ഏറെക്കുറെ വലിയ ഫലം കാണുകയും ചെയ്തു. ചില ഇടത്തുങ്ങളിൽ ചില നഷ്ടമുണ്ടായി. ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് നിയമസഭയിലുണ്ടായ ഒരു വലിയ നഷ്ടത്തിനപ്പുറം ബാക്കിയെല്ലാം അവർക്ക് സക്സസ് ആയിരുന്നു. ആ സക്സസ് ഇത്തവണയും പാലായിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസും CPM അണികളും തമ്മിലുള്ള ബന്ധം പ്രാദേശികമായി അത് മുൻകാലങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ച് അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ മുന്നണി സംവിധാനം ഈ പാലാ എന്ന തദ്ദേശ ഏരിയയിൽ എത്ര കണ്ട് ഫലപ്രദമായി മാറാനുള്ള സാധ്യതയുണ്ട്? സജിത്ത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായി പൂർണ്ണമായി മാറിയില്ലെങ്കിൽ പോലും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മത്സരിച്ചത്. ഏതാണ്ട് കഴിഞ്ഞ തവണ, അതിന് മുന്നത്തെ തവണ UDFനുണ്ടായിരുന്ന അത്രത്തോളം പഞ്ചായത്തുകൾ പിടിക്കാനായി, ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനായി, പാലാ പോലുള്ള നഗരസഭ പിടിക്കാനായി. മറ്റ് നഗരസഭകളിൽ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ വൈക്കം പോലെ, അല്ലെങ്കിൽ UDFന്റെ പരമ്പരാഗത കോട്ടകളായ ഈരാറ്റുപേട്ട പോലെയുള്ളിടത്തൊക്കെ UDF ആണ്. പക്ഷേ മറ്റുള്ളിടത്തെല്ലാം നേട്ടമുണ്ടാക്കുന്നു. പാലായിലും ഭരണം പിടിക്കാനായി എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല.
എന്ന് തന്നെയാണ്. അതാണ് LDF-ൽ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ ഒരു വലിയ അംഗീകാരം ഇപ്പോഴും തുടരുന്നതിന്റെ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് 12 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നതിന് കാരണമായതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനും വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ രാഷ്ട്രീയ സാഹചര്യമാണോ? ഏതാണ്ട് 10 വർഷം പൂർത്തിയാകുകയാണ് ഇടതു സർക്കാർ. പ്രാദേശികമായി ഇപ്പോൾ കേരള കോൺഗ്രസ് എം പ്രവർത്തകരൊക്കെ പറയുന്നത് ഞങ്ങൾ കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് CPM-നോട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അത് ആ പ്രവർത്തകർക്കിടയിലെ അടുപ്പം എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വോട്ടുകൾ എങ്ങനെ മാറും എന്നുള്ളത്, ഈ രാഷ്ട്രീയം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമാണ് പലപ്പോഴും വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ പോലും രാഷ്ട്രീയം കൂടി കേരളത്തെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അതിനും പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുക. ആ രാഷ്ട്രീയ സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഉരുത്തിരിയാനും മാറി മറിയാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. പാലാ ഒരുപക്ഷെ UDF-ന് വളരെ എളുപ്പമാണെന്നായിരുന്നു അവർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നത്. കാരണം അവിടെ ജനസ്വാധീനമുള്ള നേതാക്കൾ തന്നെയാണ്. കുര്യാക്കോസ് പടവനെ പോലുള്ളവർ, KM മാണിക്കൊപ്പം പ്രവർത്തിച്ചാൽ, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നാൽ, അങ്ങനെയൊക്കെയുള്ള ഒരാളെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ തവണ മത്സരം. പക്ഷേ പടവൻ ഉൾപ്പെടെ തോൽക്കുന്ന നില ഒരു ഞെട്ടലാണ് കഴിഞ്ഞ തവണ പാലായിൽ UDF-ന് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന പാകപ്പിഴവുകൾ എന്തൊക്കെ എന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തന്ത്രം തന്നെയാണ് പാലായിൽ UDF നടത്തുക. ഇപ്പുറത്ത് LDF തങ്ങൾക്ക് താഴെത്തട്ടിലുള്ള, ഇപ്പോൾ തങ്ങൾക്ക് നേരിട്ട് വോട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് പല കേരള കോൺഗ്രസുകളെ പോലെയോ ഘടകകക്ഷികളെ പോലെയോ ഒന്നുമല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാൻ പ്രാപ്തരാണ് ഇത്തരം സ്ഥലങ്ങളിൽ എന്ന നിലയിലാണ് കേരള കോൺഗ്രസും സാധാരണ നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് അവർക്ക് കരുത്തായി തുടരുകയാണ്. ആ കരുത്തിലൂടെ ജയിക്കാം എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴും രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പാലാ പോലുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം, KM മാണി തുടർച്ചയായി വിജയിച്ച സ്ഥലത്ത് അവിടെ പിന്നീട് KM മാണിയുടെ പിന്തുടർച്ച ഉള്ള രാഷ്ട്രീയത്തെ അല്ല അവരെ ജയിപ്പിക്കുന്നത്. അവിടെ KM മാണിക്കെതിരെ മത്സരിച്ചിരുന്ന മാണി സി കാപ്പനെ പോലും ജയിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് പാല അങ്ങനെ മാറി മറിയാനുള്ള സാധ്യത ഫ്ലെക്സിബിൾ ആണ് പാല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സജിത്ത്, ശ്രീജിത്ത് മുമ്പേ പരാമർശിച്ചു പോയി, അതിന്റെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ ശ്രീജിത്ത്, ഈ ജോസ് കെ മാണി ഏത് നിയമസഭാ മണ്ഡലം മത്സരത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നത് ഒരുപക്ഷേ പാലയിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും. തൻ്റെ പിതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെ വിജയിച്ചു വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അത്ര കണ്ട് അനുകൂലമല്ല. അതാണല്ലോ കടുത്തുരുത്തി എന്ന ആലോചനകളൊക്കെ വന്നത്. ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും മണ്ഡലം മാറി മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും എത്തിച്ചേരാൻ കഴിയും. കാരണം പാലായിൽ പ്രാദേശിക തലത്തിൽ ഒരു മോശം വികാരമുണ്ടെങ്കിൽ നിയമസഭയിൽ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ സാധ്യതയില്ല. ശരിയാണോ ആ നിരീക്ഷണം ശ്രീജിത്ത്? തീർച്ചയായും അത്തരം സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ എപ്പോഴും പരമാവധി പിന്നെയും നിന്ന് തോൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സജിത്ത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ളത്. കടുത്തുരുത്തിയിലടക്കം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ തയ്യാറായതും അവിടെ വികസന പ്രവർത്തനങ്ങൾ അടക്കം കൊണ്ടുവന്നതിനും പിന്നിൽ ആ പാർട്ടിയിലുള്ളവർ തന്നെ വിലയിരുത്തിയതും, അന്ന് ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്നവർ പോലും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ സാധ്യത കൂടുതലാണ് എന്ന് അന്നത്തെ ചർച്ചയിലൊക്കെ റെജി ലൂക്കോസിനെ പോലുള്ളവർ നമ്മളോട് തന്നെ സംസാരിക്കുകയും ചെയ്തത് ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാം. അത് കേവലം മുന്നണി ഈ മണ്ഡലമാറ്റം എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷവും ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ നേട്ടമാണ്. താഴെത്തട്ടിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ പരമാവധി സീറ്റുകൾ നൽകുകയും പദവികൾ നൽകുകയും ഒക്കെ ചെയ്യാനായി ജില്ലാ പഞ്ചായത്തിലടക്കം നിർമ്മല ജിമ്മി കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു UDF-ൽ നിന്ന് ഫലത്തിൽ വിഘടിച്ച് പുറത്തേക്ക് വന്നൊരു പാർട്ടിയായിട്ട് പോലും പരമാവധി സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ളത് തന്നെയാണ്. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണമായതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കുക എന്നുള്ളത് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങനെ പാലായിലെ രാഷ്ട്രീയത്തിനും ഒരുപാട് സാധ്യതകളുള്ളത്. ഈ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ ഉറപ്പിക്കുക. ഇപ്പോഴും അദ്ദേഹം പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കടുത്തുരുത്തിയിലും അദ്ദേഹം സാധ്യതകൾ നോക്കുന്നുണ്ട്.
അപ്പോൾ ഈ രണ്ടും നോക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കടുത്തുരുത്തി എന്ന് ഔദ്യോഗികമായി അല്ല പാല വിട്ടു പോകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല. മാത്രവുമല്ല അതിനുമപ്പുറത്തേക്ക് ഈ പാലായിലുള്ള പ്രവർത്തകരോട് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു വലിയ തിരിച്ചടിയാണ് പാലായിൽ ഒരുപക്ഷെ ഉണ്ടായാൽ, ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും നിഷ ജോസ് കെ മാണിയെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ മത്സര സാധ്യത എന്ന വാർത്ത അവർ നിഷേധിക്കുകയാണ്. അത്തരം ചർച്ചകളൊന്നുമില്ല എന്നതാണ്. പക്ഷേ മുമ്പ് പലവട്ടവും നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയായിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് ആണ് പാർട്ടി, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എന്ത് സാധ്യതകളും തള്ളിക്കളഞ്ഞുകൂടാ. അതുതന്നെയാണ് സാഹചര്യങ്ങൾ. കേരള കോൺഗ്രസ് പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി അവർക്ക് മുന്നിലുണ്ട്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി നോക്കുക. നിയമസഭയിൽ അവിടെ മാണി സി കാപ്പൻ നയിക്കുന്ന ഒരു സംവിധാനം, അതിന് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, UDFിൻ്റെ പിന്തുണയുണ്ട്. മാണി സി കാപ്പനെ സംബന്ധിച്ച് UDFിനുള്ള മമത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രാദേശിക തലത്തിൽ UDFിൻ്റെ ഒരു ഐക്യം അത്ര കണ്ട് അവിടെ പ്രകടമാണോ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമൊന്നും അത്ര വലിയ ശക്തമായ ഒരു ഇടമല്ലല്ലോ ഈ പാല. അപ്പോൾ പാലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു നിയമസഭയിലെ ഒരു പ്രകടനം UDFിന് ഉറപ്പുവരുത്താൻ കഴിയുമോ? അതൊരു വെല്ലുവിളി ഉണ്ടോ അതിൻ്റെ അത്? സജിത്ത്, ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, അതായത് KM മാണിയൊക്കെ ഉള്ള കാലത്ത് തന്നെ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് എമ്മിന് എന്തിനാണ് ഇത്രയും സീറ്റ് കൊടുക്കുന്നത്, അതിന്റെ കാര്യമില്ല. ഇപ്പോൾ പാലാ പോലുള്ള സ്ഥലത്തൊക്കെ കോൺഗ്രസിന് തന്നെ ശക്തിയുണ്ട്, കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചാൽ ആ സീറ്റ് ജയിക്കാമല്ലോ, ഇവർ അപ്പുറത്ത് നമ്മുടെ കൂടെ തന്നെ നിന്ന് വെല്ലുവിളിക്കല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടക്കം പറച്ചിലുകളായും ഒക്കെ പല ഘട്ടങ്ങളിലും അവർ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ LDF പ്രവേശനത്തോടെ പാലാ ഉൾപ്പെടെ ഉള്ള നഗര മണ്ഡലങ്ങളിലടക്കം നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ജോസ് കെ മാണി വിഭാഗം കൂടെ ചേർന്നതോടെ LDFിനുണ്ടായ വലിയ നേട്ടം അത് UDF ക്യാമ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിലും അടൂർ പ്രകാശ് ഈ പലതവണ ജോസ് കെ മാണി ഞങ്ങൾ വരില്ല എന്ന് നിഷേധിച്ചിട്ടും പിന്നെയും സാധ്യതയുണ്ട് എന്ന നിലപാടുമായി അടൂർ പ്രകാശ് മുന്നോട്ട് പോകുന്നതിന് പിന്നിലും അതാണ്. കാരണം മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വിഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നവർ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പിന്നാലെ പോയുള്ള ഈ ക്ഷണം എന്ന കാര്യത്തിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഭാഗത്തെ വളരെ പ്രധാനപ്പെട്ടതായി കാണുമ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ജോസ് കെ മാണി വിഭാഗത്തിനും ഇടതുമുന്നണിക്കും ഒക്കെ ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ. അവിടെയാണ് ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ളവ വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നത്.